ഏവർക്കും നമസ്കാരം. ഉന്മത്തൻ സദ്ഗുരു മോഹൻജി എഴുതിയ ആത്മകഥാപരമായ ഗ്രന്ഥത്തിൻ്റെ 23-ാം അധ്യായമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഉഗ്രസൂര്യനേക്കാൾ തപ്തമായത് എന്നാണ് ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട്. ഈ അധ്യായത്തിലും അടുത്തതിലും ആത്മാനന്ദൻ്റെ സന്തത സഹചാരികളിൽ ഒരാളായ മഹേന്ദ്രമനു അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ്. തൻ്റെ ഗുരുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനും അദ്ദേഹത്തെക്കുറിച്ചുള്ള അവബോധം പരത്തുവാനും കാരണഭൂതനായ വ്യക്തിയാണ് മനു. ഗുരുദേവൻ്റെ ശിഷ്യന്മാരായ ശ്രീനാഥ്, രാഘവാചാര്യൻ, കാളികാനന്ദൻ എന്നിവരുടെയും പിന്നെ എൻ്റെയും കഥകൾ ഞാനിവിടെ വിവരിക്കുന്നു. ഗുരുദേവൻ്റെ ശ്രേഷ്ഠമായ ഔന്നത്യത്തിലേക്ക് വെളിച്ചം പകരുന്ന കുറച്ച് അനുഭവങ്ങളും സംഭവകഥകളും ഞാനിവിടെ വിവരിച്ചിട്ടുണ്ട്. ഗുരുദേവനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ ഇപ്പറഞ്ഞ അനുയായികൾ ഓരോരുത്തരും തങ്ങളുടെ ഘടനയ്ക്ക് അനുസൃതമായ പാതകളിലൂടെ നീണ്ട ആത്മീയ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മാർഗങ്ങളെ ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയവയെ ക്രമീകരിക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. അതേ തുടർന്ന് അവർ തങ്ങളുടെ തിരഞ്ഞെടുത്ത പാതകളിലൂടെ മുന്നേറി. ഗുരുദേവന് പ്രത്യേക ശീലങ്ങളോ ഭക്ഷണത്തിൽ പ്രത്യേകം നിഷ്കർഷകളോ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം അന്വേഷിച്ചു പോവുകയോ ഭിക്ഷയാചിക്കുകയോ അദ്ദേഹം ഒരിക്കലും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം ഭക്ഷിക്കും, അത്ര തന്നെ. ചില സ്ഥലങ്ങളിൽ നിന്നും ഭിക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം പറയും, നമുക്ക് നടക്കാം. സഹചാരികൾക്ക് അവിടെ നിന്ന് ഭിക്ഷ കഴിക്കണമെന്നുണ്ടെങ്കിലും ഗുരുദേവൻ അതേക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ആൾക്കാർ വിരളമായി മാത്രമേ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നുള്ളൂ. ഇനി ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അദ്ദേഹം അതെടുത്തിട്ട് പക്ഷികൾക്കും പശുക്കൾക്കും അങ്ങനെ തൻ്റെ ചുറ്റും കാണുന്ന ജീവികൾക്കെല്ലാം കൊടുക്കുകയും ചെയ്യും. സ്വയം ഭക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും. ഗുരുദേവന് വേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ട് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സേവനമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അനുയായികളിൽ ശ്രീനാഥാണ് ഗുരുനാഥന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മിക്കതും ചെയ്തു കൊടുത്തിരുന്നത്. അയാൾ ഗുരുദേവൻ്റെ നിഴല് പോലെയായിരുന്നു. എന്നേക്കാൾ മുമ്പ് ഗുരുദേവനോടൊപ്പം ചേർന്നിരുന്ന അയാൾ ഗുരുദേവൻ്റെ മഹാസമാധി വരെ കൂടെയുണ്ടായിരുന്നു. തൻ്റെ പോയ കാലത്തെക്കുറിച്ച് ശ്രീനാഥ് ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. എന്നാൽ ആരോ പറഞ്ഞു കേൾക്കുകയുണ്ടായി, അയാളുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചുവെന്നും രണ്ടാനമ്മയ്ക്ക് അയാൾ ഇഷ്ടമല്ലായിരുന്നു എന്നുമൊക്കെ. ചെറുപ്പത്തിൽ അയാൾ ജോലിയൊന്നും ചെയ്യാതെ എപ്പോഴും നിശബ്ദനായിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അയാൾ തൻ്റെ ജീവിതം വെറുതെ കളയുകയാണെന്നും തങ്ങളുടെ കാലശേഷം അയാൾക്ക് സ്വന്തമായി ജീവിക്കാൻ സാധിക്കാതെ വരുമെന്നും അയാളുടെ മാതാപിതാക്കൾ കരുതി. സ്വയം പോറ്റാൻ വേണ്ടിയിട്ട് അവർ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട് വിട്ടതിന് ശേഷം അയാൾ ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഒരു കടയുടെ അറ്റത്ത് അല്ലെങ്കിൽ ഒരു അങ്കണത്തിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അതുവഴി പോയിരുന്ന ഒരു അവധൂതൻ അയാളോട് പറഞ്ഞു, നിന്റെ പാത ആകാശമാണ്. അയാൾക്ക് ഗുരുവിൽ നിന്നും ദീക്ഷയൊന്നും ലഭിക്കാതിരുന്നതിനാൽ അയാൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു. അയാളുടെ ധ്യാനം മുഴുവൻ ആകാശത്തിൽ തന്നെയായിരുന്നു, വേറൊന്നുമില്ല. അയാൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ ഒരു വാചകം മാത്രം മതിയായിരുന്നു. അയാളുടെ മനസ്സ് ആകാശവുമായി ഇടമുറിയാത്ത ബന്ധത്തിലേർപ്പെട്ടു. ആകാശമെന്നാൽ വികാസം. കാലക്രമം കൊണ്ട് അയാൾ സ്വമേധയാ ശാംഭവി മുദ്രയിലേക്കെത്തി. തൻ്റെ ശരീരത്തിന് അതീതമായി വികസിച്ച ഈ സമയത്താണ് അയാൾ തൻ്റെ ഗുരു ആത്മാനന്ദനെ കണ്ടുമുട്ടുന്നത്. ഒരിക്കൽ ഒരു കടയുടെ അടുത്ത് ആകാശത്തേക്ക് നോക്കി തൻ്റെ നിത്യസാധന ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ സമീപത്തിലൂടെ ഗുരുദേവൻ നടന്നുപോയി. ഗുരുദേവൻ അയാളോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. വെറുതെ നോക്കി തൻ്റെ കണ്ണുകൾ കൊണ്ട് കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. ശ്രീനാഥ് അപ്പോൾ തന്നെ ഗുരുദേവനെ പിന്തുടരുകയും പിന്നീട് ഒരിക്കലും വിട്ടുപോകാതിരിക്കുകയും ചെയ്തു. ഗുരുദേവനിൽ അയാൾ ആകാശത്തെ കണ്ടു. ഗുരുവിന് ആകാശത്തിൻ്റെ വിശാലതയും രൂപവും ഉണ്ടായിരുന്നു. ജീവിതം മുഴുവനും ഗുരുദേവൻ അയാൾക്ക് തൻ്റെ സാന്നിധ്യം മാത്രമാണ് നൽകിയത്, ഉപദേശങ്ങളല്ല. തൻ്റെ ഗുരുവിനെ കണ്ടെത്തിയപ്പോൾ അവധൂതൻ തന്നോട് പറഞ്ഞ കാര്യം അയാൾ ഓർത്തു. തൻ്റെ പാത ആകാശമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തൻ്റെ ഗുരു അനന്തതകളില്ലാത്ത ആകാശമാണ് എന്നതാണ് എന്ന് അയാൾ മനസ്സിലാക്കി. ഒരു പ്രതിമ പോലെ അയാൾ ഇരിക്കുകയായിരുന്നു, ഏകദേശം ഗുരുദേവനെ പോലെ തന്നെ. അന്തർമുഖനായ അയാൾ വിരളമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ആരെങ്കിലും ഗുരുദേവൻ എപ്പോഴാണ് ഉണരുക എന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നോ മറ്റോ ചോദിക്കുമ്പോൾ അയാൾ വികാരങ്ങളില്ലാതെ വെറുതെ മുഖത്തേക്ക് നോക്കിയിരിക്കും. അതിനാൽ ആരും അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. അയാളോട് സംസാരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കി. ചിലർ അയാളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു.
അതൊന്നും അയാളെ ബാധിച്ചില്ല. ഗുരുദേവൻ ആവശ്യപ്പെടുന്നതെന്തും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും ഒന്നും ശരിയെക്കുറിച്ച് ആലോചിക്കാതെ അപ്പോൾ തന്നെ ചെയ്തു കൊടുത്തു. ആജ്ഞ നിറവേറ്റുന്നതിന് മുമ്പ് ചോദ്യങ്ങളോ ആലോചനകളോ വിവേചനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗുരുദേവൻ അയാളോട് ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ചാടുമായിരുന്നു. അനുസരണയുടെ മൂർത്തിമത് ഭാവമായിരുന്നു അയാൾ. ഗുരുദേവൻ സാധാരണയായി പൂജകളൊന്നും ചെയ്തിരുന്നില്ല. എങ്കിലും വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം അഗ്നി ഉണ്ടാക്കി എന്തെങ്കിലും അർപ്പിക്കും. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഭാഗത്തുള്ള ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉദാഹരണമായി അദ്ദേഹം കൈക്കുമ്പിളിൽ ഭക്ഷണമെടുത്ത് അഗ്നിയിൽ ഹോമിക്കും. എന്തെന്നാൽ എവിടെയോ ആരോ വിശന്നിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയോ എന്തോ നടക്കാനിരിക്കുന്നത് കൊണ്ടായിരിക്കും. ഗുരുദേവൻ പൂജ ചെയ്യുന്ന വിരളമായ അവസരങ്ങളിൽ ഒരിക്കൽ അദ്ദേഹം ശ്രീനാഥനോട് പുഴയിൽ മുങ്ങി പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. പുഴ കവിഞ്ഞൊഴുകുന്ന സമയമായതിനാൽ ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള സാധ്യതകളേറെയായിരുന്നു. അതൊന്നും ശ്രീനാഥിനെ പിന്തിരിപ്പിച്ചില്ല. അയാൾ ഓടിച്ചെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഒഴുക്കിൽപ്പെട്ട അയാൾക്ക് ഏറെ ദൂരം പോയതിനു ശേഷം മാത്രമാണ് കരയ്ക്ക് കയറാൻ സാധിച്ചത്. കരയ്ക്ക് കയറിയതിനു ശേഷം അവിടെ നിന്നും ഓടി വന്ന അയാൾ ഗുരുദേവൻ പൂജ അവസാനിപ്പിക്കുന്നതിന് മുൻപായി തിരിച്ചെത്തി. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് എടുത്തു ചാടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അയാൾ ഉത്തരമൊന്നും പറയാതെ വെറുതെ പുഞ്ചിരിച്ചു. മഹാസമാധി എടുക്കുവാനായി ഗുരുദേവൻ ഒരു മരത്തിൻ്റെ അടിയിൽ ഇരുന്നപ്പോൾ അയാളും അതേ മരത്തിൻ്റെ അടിയിലിരുന്നു. ഗുരുദേവൻ ശരീരം വെടിയുമ്പോഴേക്കും ശ്രീനാഥ് അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ അയാളിലെ അവശേഷിച്ച കർമ്മത്തെയും ഇല്ലാതാക്കി. ശ്രീനാഥിനെ അലിയിച്ചു. ഗുരുദേവൻ തന്റെ മഹാസമാധിക്ക് മുൻപായി ചെയ്ത പോലെ അയാളും ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഒരു മരത്തിനടിയിൽ ധ്യാനിച്ചിരുന്നു. ആ സമയമാവുമ്പോഴേക്കും അയാൾ ഉയർന്ന തലത്തിലുള്ള സമാധിയിൽ എത്തിച്ചേർന്നിരിക്കണം. എങ്കിലും ആർക്കും അതേക്കുറിച്ച് കൂടുതലായി അറിയില്ല. എന്തെന്നാൽ അയാൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒരിക്കലും സ്വയം പ്രദർശിപ്പിക്കുകയോ ഒന്നും തെളിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. ഗുരുദേവന് കാളികാനന്ദൻ എന്നു പേരായ മറ്റൊരു അനുയായി ഉണ്ടായിരുന്നു. അയാൾക്കുള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ അടക്കിവച്ച ഘോരമായ ക്രോധം പുകഞ്ഞിരുന്നു. ഗുരുനാഥൻ ഒരു സ്ഫോടനമുണ്ടാക്കുവാൻ അനുവദിക്കാതെ അയാളെ തന്നോടടുപ്പിച്ച് നിർത്തിയിരുന്നു. അയാൾ ഗുരുദേവനെ വാരണാസിയിൽ വച്ചാണ് കണ്ടുമുട്ടിയത്. അയാൾ ഗുരുദേവനോടൊപ്പം യാത്ര ചെയ്യാതെ വാരണാസിയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഭദ്രകാളി ദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള അഘോരി സമ്പ്രദായമാണ്, അതായത് തീവ്രവും ഉഗ്രവുമായ ഒരു ആരാധനാ സമ്പ്രദായം അയാൾ തുടർന്നു പോന്നിരുന്നത്. അയാൾ ധീരസാഹസികനും ഭയമില്ലാത്തവനും നല്ലൊരു സാധകനുമായിരുന്നു. അയാളുടെ പ്രവണതകൾക്കും സ്വഭാവത്തിനും പറ്റിയ ആരാധനാ മാർഗമാണ് അയാൾ സ്വീകരിച്ചിരുന്നത്. ഗുരുദേവനെ കാണുന്നതിന് മുൻപ് തന്നെ അയാൾ അത് കൊണ്ടു നടന്നിരുന്നു. പിന്നീട് ഒരു ശ്മശാനത്തിലേക്ക് മാറി അയാൾ തീവ്രമായ ആരാധനകൾ ചെയ്തു. അയാൾ ശക്തനാവുകയും പല സിദ്ധികൾ നേടുകയും ചെയ്തു. കാലാന്തരത്തിൽ അയാൾ ഗുരുദേവനെ പോലെ ഒരു അവധൂതനായി. പിന്നെയുള്ളത് ഗുരുദേവനെ കുറച്ചുകാലം പിന്തുടർന്നിരുന്ന രാഘവാചാര്യൻ എന്ന ബ്രാഹ്മണ പൂജാരിയാണ്. ആ സമയത്താണ് ഞാനും ഗുരുദേവന്റെ അനുയായികൾക്കൊപ്പം ചേർന്നത്. ഏകദേശം 60 വയസ്സായ രാഘവാചാര്യൻ ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ഉള്ള ഒരാളായിരുന്നു. അയാളും നാടുചുറ്റി നടന്നിരുന്ന ഒരു സാധകനായിരുന്നു. ഗുരുദേവന്റെ ഒപ്പം കുറച്ചുകാലം കൂടുന്നത് അയാൾക്കും സൗകര്യമായി തോന്നി. വേദപുരാണങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ പാണ്ഡിത്യമുണ്ടായിരുന്ന അയാൾ ഗുരുദേവന്റെ അവധൂതൻ എന്ന സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്ക് അതിൻ്റെ സൂക്ഷ്മതകളെക്കുറിച്ചും പറഞ്ഞു തന്നിരുന്നു. ആത്മാനന്ദന് ആരെങ്കിലും പണം കൊടുത്താൽ അത് മിക്കവാറും അടുത്തുള്ള ആർക്കെങ്കിലും കൊടുത്തിട്ട് അദ്ദേഹം എല്ലാവർക്കുമായി എന്തെങ്കിലും മേടിക്കുവാനായി പറയുമായിരുന്നു. അത്തരമൊരു അവസരത്തിൽ അദ്ദേഹം എനിക്ക് പണം തന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. ഞങ്ങളുടെ സംഘത്തിൽ 12-13 ആൾക്കാർ അപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനുള്ള പലചരക്കും പച്ചക്കറികളും വാങ്ങിക്കുവാനുള്ള പണം അതിലുണ്ടായിരുന്നു. ആ പണം കൊണ്ട് മേടിക്കാനാകുന്നതിൻ്റെ ഇരട്ടി സമ്മാനം എനിക്ക് മേടിക്കാനായി. ആ നേട്ടത്തിൽ വളരെ സന്തോഷവും തോന്നി. ഭക്ഷണം പാകം ചെയ്യാനുള്ള ചുമതലയുണ്ടായിരുന്ന രാഘവാചാര്യനെ ഞാനത് ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയും അച്ചടക്കവും മാത്രമല്ല, എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരുന്ന ആളുമായിരുന്നു. പ്രതീക്ഷിച്ചതിലും വളരെയേറെ സാമാനങ്ങൾ കണ്ടിട്ട് അദ്ദേഹം അമ്പരന്നു. ഇത്രയും ഭക്ഷണ സാധനങ്ങൾ ഗുരുദേവൻ തന്ന പണം കൊണ്ട് എങ്ങനെ മേടിച്ചു എന്ന് അദ്ദേഹം ആരാഞ്ഞു. കുറച്ച് സാധനങ്ങൾ കടക്കാരൻ്റെ കണ്ണു വെട്ടിച്ചെടുത്തതാണോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു. അവ കട്ടെടുത്തതൊന്നുമല്ല എന്നും എന്നെ ഏൽപ്പിച്ച പണം കൊണ്ട് വഴിവാണിഭക്കാരുമായി നേരാവണ്ണം വിലപേശി വാങ്ങിയ വസ്തുക്കളാണെന്നും ഞാൻ ഉറപ്പു നൽകി. രാഘവാചാര്യൻ അസ്വസ്ഥനാവുകയും ഗുരുദേവൻ പാവപ്പെട്ടവരോട് വിലപേശുകയില്ല എന്നത് ഒരു നിയമം പോലെ കൊണ്ടു നടന്നിരുന്നു എന്ന് എന്നോട് പറയുകയും ചെയ്തു.
മറിച്ച് കൊടുത്ത പണത്തിനേക്കാൾ കുറവ് മൂല്യത്തിനുള്ള സാധനങ്ങളെ അദ്ദേഹം മേടിക്കൂ. അവരുടെ കച്ചവട വസ്തുക്കൾ വിറ്റഴിക്കാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്തിരുന്നു. പാവപ്പെട്ടവരായ അവർക്ക് തങ്ങളുടെ വയറ്റിപ്പിഴപ്പിനുള്ളത് മാത്രമേ കഷ്ടിച്ച് ലഭിക്കുന്നുള്ളൂ. കച്ചവടം ചെയ്ത് നിത്യവൃത്തിക്ക് വേണ്ടതുണ്ടാക്കുക എന്നതല്ലാതെ അവർ വിനോദത്തിനോ സുഖഭോഗങ്ങൾക്കോ പണം കൂട്ടിവെക്കുന്നില്ല. അതിനാൽ അവരെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഗുരുദേവന് തോന്നിയിരുന്നു. ഗുരുദേവൻ ഒരു ശരിയായ അവധൂതനാണെന്നും ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ആളല്ലെന്നും രാഘവാചാര്യൻ ഊന്നിപ്പറഞ്ഞു. കൂടുതലായി വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ വഴിവാണിഭക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് രാഘവാചാര്യൻ നിർബന്ധിച്ചു. തിരിച്ചുപോയി അത് ചെയ്യാൻ എനിക്ക് ലജ്ജയും വിമുഖതയും ഉണ്ടായിരുന്നു. ഞാൻ ഗുരുദേവന്റെ ശരിയായ ഒരു അനുയായി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് രാഘവാചാര്യൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം അധികം വാങ്ങിയ സാധനങ്ങൾ തിരികെ കൊണ്ടുപോയി കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അതുതന്നെയായിരുന്നു ശരിയായ കാര്യം. എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് കച്ചവടക്കാർക്ക് അത്ഭുതമായി. സാമാനങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ വയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ ഗുരുദേവനോട് അവർക്ക് സ്നേഹമാണെന്നും ആ ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന വഴിപാടായി കണക്കാക്കണമെന്നും അവർ പറഞ്ഞു. ധർമ്മത്തിൻ്റെ നിയമമനുസരിച്ച് എനിക്കായുള്ളത് മാത്രമേ ഞാൻ എടുക്കാവൂ എന്ന് അവരോട് പറഞ്ഞു. അവരുടെ ധർമ്മത്തിനനുസരിച്ച് അവർക്ക് നേരിട്ട് ഗുരുദേവന് കൊടുക്കാം എന്നും ഞാൻ പറഞ്ഞു. കച്ചവടത്തിനായി ഇരിക്കേണ്ടതിനാൽ അവർക്ക് ഗുരുദേവനെ നേരിട്ട് വന്ന് കാണാൻ സാധിക്കുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പൂർണ്ണ ആത്മാർത്ഥതയോടെ ഗുരുദേവന് നൽകിയതാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവർ സാധനങ്ങൾ തിരിച്ചെടുക്കാമെന്ന് സമ്മതിച്ചു. ഈ സംഭവം എനിക്ക് നല്ലൊരു പാഠമായിരുന്നു. വഴിവാണിഭക്കാരോട് ഇനി മുതൽ വിലപേശുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരിക്കൽ ശ്രീനാഥ് ഉൾപ്പെടെ ഞങ്ങൾ കുറച്ചുപേർ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഗുരുദേവൻ മിക്കവാറും മൗനിയായി കഴിഞ്ഞിരുന്നു. ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഭഗവാന്റെ ദർശനം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചുറ്റമ്പലത്തിൽ കയറി ശിവഭഗവാന്റെ ശ്രീകോവിലിനടുത്തെത്തി. ശ്രീകോവിലിന് ചുറ്റും മറ്റ് ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു. ശ്രീകോവിലിന് തൊട്ടുമുമ്പ് എത്തിയപ്പോൾ ഗുരുദേവൻ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. അവിടെ മൂലയിൽ ഉപേക്ഷിച്ച് കിടന്നിരുന്ന ഒരു ശിവലിംഗത്തിനടുത്തായി നിന്നു. വേണ്ടതുപോലെ കാത്തുസൂക്ഷിക്കാത്ത ഒരു പുരാതന ശിലയായിരുന്നു അത്. ഗുരുദേവൻ എല്ലാവരോടും കുനിഞ്ഞു തൊഴുത് ശിവഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ പറഞ്ഞു. നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിലും ചെന്ന് വണങ്ങേണ്ടതുണ്ടോ എന്ന് ആരോ ചോദിച്ചപ്പോൾ ഗുരുദേവൻ മറുപടി പറഞ്ഞു, വേണ്ട, അമ്പലത്തിലെ ദേവൻ നമ്മെ ഇവിടെ വന്ന് കണ്ടിരിക്കുന്നു. അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ നമ്മൾ എന്തിനാണ് പഴയ ശിവലിംഗത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു. സാധാരണ പോലെ ഗുരുദേവൻ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ ഗുരുദേവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയായിരുന്നു എന്ന് അവരോട് വിശദീകരിച്ചു. അമ്പലത്തിലെ ആൾക്കാർ ഞങ്ങളുടെ സംഘത്തിനോട് അത് അവിടുത്തെ മൂലപ്രതിഷ്ഠ, ആദ്യമായുള്ള പ്രതിഷ്ഠ ആയിരുന്നു എന്ന് പറഞ്ഞു. പുതിയ ശിവലിംഗം സ്ഥാപിച്ച് അതിലേക്ക് പ്രാണപ്രതിഷ്ഠ, അതായത് അമ്പലത്തിൽ കുടികൊള്ളുന്ന മൂർത്തിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങ് ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അധികമാർക്കും അറിയാത്ത കാര്യമായിരുന്നു അത്. അപ്പോഴാണ് ഗുരുദേവൻ അമ്പലങ്ങൾ സന്ദർശിക്കുമ്പോൾ മിക്കവാറും പുറത്തു നിൽക്കുന്നത് എന്തിനെന്ന് മനസ്സിലായത്. ഒരു അവധൂതൻ അമ്പലം സന്ദർശിക്കുമ്പോൾ അമ്പലത്തിലെ ദേവൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായി സൗകര്യമുള്ള സ്ഥലത്തെത്തും. ഗുരുദേവൻ മൂർത്തികളെ ശല്യപ്പെടുത്താതിരിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നു. ഈ അമ്പലത്തിൽ ശിവഭഗവാൻ ചിലപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഗുരുദേവനെ കാണാനായി എത്തിയതായിരിക്കാം. അമ്പലങ്ങൾ വെറും പ്രാർത്ഥനയ്ക്ക് മാത്രമായുള്ള സ്ഥലങ്ങളല്ല, ശക്തിയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും സ്ഥാനങ്ങളാണ് എന്നുള്ളതും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കാണാനുള്ള കാഴ്ചയുള്ളവർക്ക് കാണുവാനും മൂർത്തിയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അവബോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹൃദയവും സാന്നിധ്യത്തിനു വേണ്ടി പട്ടിണി കിടക്കില്ല. ഈ സത്യം ഞാൻ പലതവണ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ ഒപ്പം യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ ഒരു ചെറിയ കാര്യത്തിനായി കുറച്ച് ആളുകളോട് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. എൻ്റെ അക്രമ സ്വഭാവത്തിന് എനിക്ക് തല്ലുകൊള്ളാൻ പോകുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ ഗുരുദേവനെ 1-2 തവണയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാണുമ്പോഴൊക്കെ എന്നോടൊരു താല്പര്യമില്ലായ്മ, എൻ്റെ അഹങ്കാരം അതിനെ സഹനത്തിൻ്റെ പരീക്ഷണം എന്നതിന് പകരം താല്പര്യമില്ലായ്മ എന്നാണ് കാണിച്ചിരുന്നു. അതിനാൽ ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണേണ്ട എന്ന് തീരുമാനിച്ചു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ചെറുപ്പക്കാരായ ചില ചട്ടമ്പികൾ എന്നെ തല്ലാൻ തയ്യാറായി വരികയായിരുന്നു. പെട്ടെന്ന് ഗുരുദേവൻ നടന്നു വന്ന് അവരോടായി പറയുന്നത് കേട്ടു, നിർത്തൂ, ഇത് എൻ്റെ അനുയായിയാണ്, അയാളെ വെറുതെ വിടൂ. എന്നെ തല്ലാനായി കയ്യോങ്ങിയവർ വിറങ്ങലിച്ചു നിന്നു. പിന്നീട് പിന്മാറിപ്പോയി. ഗുരുദേവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മഹേന്ദ്ര, വരൂ. അദ്ദേഹത്തിന് എങ്ങനെ എൻ്റെ പേരറിയാമെന്ന് എനിക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. എൻ്റെ പേര് വിവരങ്ങൾ ഒന്നും അദ്ദേഹത്തിന് കൊടുത്തിരുന്നുമില്ല.
എന്തായാലും ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തോടൊപ്പമുള്ള എൻ്റെ യാത്രയുടെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു അത്. അദ്ദേഹത്തെ പിന്നീട് ഞാൻ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. എങ്ങനെ അദ്ദേഹം ആ സ്ഥലത്ത് കൃത്യനിമിഷത്തിൽ എത്തി എന്നുള്ളത് എനിക്ക് ഇന്നും ഒരു അത്ഭുതമാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കാണിക്കുന്ന താല്പര്യക്കുറവും അവഗണനയും വെറുമൊരു മുഖംമൂടിയാണ് എന്നത്. തനിക്ക് ചുറ്റും അതിന് അതീതവുമായി നടക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ അറിവും നിയന്ത്രണവുമുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹവുമായി സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ജീവിതവുമായി. ഗുരുദേവൻ സ്വാതന്ത്ര്യത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു. തികഞ്ഞ നിശബ്ദതയിൽ അദ്ദേഹത്തെ കേൾക്കുവാനായി കാതോർക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ വാക്കുകൾ മുഴങ്ങിക്കേൾക്കാം. നിങ്ങൾ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക, അതൊരു വിഡ്ഢിത്തമാണ്. നിങ്ങൾ യാതൊന്നുമല്ല എന്ന് പറയുമ്പോൾ അതും വിഡ്ഢിത്തമാണ്. നിങ്ങൾ യാതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ അസ്തിത്വത്തിന്റെ സത്യം വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ചട്ടക്കൂടുകൾക്കും അപ്പുറത്താണ്. ഭൂമിയിൽ നിന്നും ഒന്നും വേണ്ടാത്ത ഒരാളെ അയാൾ ഭൂമിയിലൂടെ തന്നെ നടക്കുമ്പോൾ കാണുക എന്നത് സുന്ദരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സമ്പത്തോ സ്ഥാനമാനങ്ങളോ നേടാനുള്ള അനുഗ്രഹങ്ങൾക്കായി ഗുരുദേവന്റെ അടുക്കൽ എത്തുന്നതുവരെ ഒരു നിസ്സംഗതയോ അല്ലെങ്കിൽ അലംഭാവത്തോടെയോ ആണ് അദ്ദേഹം പലപ്പോഴും നോക്കിക്കാണുക. തന്നിൽ നിന്നും തന്നെ അകന്നു നിൽക്കുന്ന ഗുരുദേവൻ ചിലപ്പോൾ അവരെ നോക്കും അല്ലെങ്കിൽ അവഗണിക്കും. ശക്തിഹീനനായ, പലപ്പോഴും സാമാന്യവിരുദ്ധമായി പെരുമാറുന്ന ഒരു സാധാരണ സന്യാസിയുടെ വേഷം ധരിച്ചിരുന്നതിനാൽ ഗുരുദേവൻ അത്യാഗ്രഹികളായ ഒരുപാട് ആൾക്കാരിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം. എൻ്റെ ഗുരുദേവനെ പോലെ ശക്തനായുള്ള ഒരു അവധൂതൻ്റെ സാമീപ്യമുള്ളതിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ആത്മീയതയുടെ ആഴത്തിലുള്ള തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കാം. അതിന് വിപരീതമായി ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗുരുദേവൻ മറ്റ് ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുമ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി എന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളൊന്നും തന്നെ അവർ സംസാരിച്ചിരുന്നില്ല. രണ്ട് ഗുരുക്കന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച കൂടുതൽ വെളിച്ചം നൽകാനായി രണ്ട് സൂര്യന്മാർ ഒന്നിച്ചു കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. മാധ്യമങ്ങളോ വാക്കുകളോ ആവശ്യമുണ്ടായിരുന്നില്ല. മുക്തി നേടിയ ഗുരുക്കന്മാരെ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, പക്ഷേ അവരെ അനുകരിക്കാതിരിക്കുക. അവരെ അനുകരിച്ചാൽ അവരുടെ ചില ശീലങ്ങളും സ്വഭാവ വിശേഷതകളും മാത്രമേ നമുക്ക് നൽകൂ. അവരെ നിരീക്ഷിക്കുന്നത് നമുക്ക് നിസ്സംഗതയും പരിപൂർണമായ സ്നേഹവും കർമ്മോത്സുകമാകുന്നതിനെക്കുറിച്ചുള്ള അവബോധവും നൽകും. ആത്മാനന്ദൻ്റെ ജ്ഞാനം തുളുമ്പുന്ന വാക്കുകൾ. ഞങ്ങൾക്ക് വല്ലപ്പോഴും മാത്രമേ ആത്മീയമായ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കുവാൻ സാധിക്കാറുള്ളൂ. അത് മിക്കവാറും ആരുടെയെങ്കിലും സന്ദർശനത്തിൻ്റെ പുനർവിചിന്തനം ആയിട്ടായിരിക്കും. അദ്ദേഹം ഒരിക്കൽ ഗൗതമ ബുദ്ധൻ പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിച്ചു. മനുഷ്യൻ്റെ നാവ് വാളിനേക്കാൾ അപകടകാരിയാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള മുറിവുകൾ എന്നെന്നും നിലനിൽക്കുന്നു. വാളിനേക്കാൾ ആൾക്കാരെ മുറിവേൽപ്പിക്കുന്നത് നാവാണ്. ആ മുറിവുകൾ സുഖപ്പെടുത്തുവാൻ കൂടുതൽ പ്രയാസവുമാണ്. ജീവിതത്തിലെ ഒട്ടുമിക്ക വിപത്തുകളും സൃഷ്ടിക്കപ്പെടുന്നത് ആപേക്ഷിക സത്യങ്ങൾ കൊണ്ടോ ഭാഗികമായ സത്യങ്ങളെ മുൻവിധികളാലും ഊഹാടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന മനസ്സുകൾ എല്ലില്ലാത്ത നാവുകളിലൂടെ പ്രകാശിതം ആക്കുന്നതിനാലുമാണ്. ഇത് ബുദ്ധൻ പറഞ്ഞ ചില സുന്ദരമായ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ഗുരുദേവൻ്റെ അസ്തിത്വത്തിൻ്റെ തലത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളാണ്. നമ്മളിൽ നിന്നും ഏറ്റവും വിദൂരമായിരിക്കുന്നത് നമ്മുടെ ഭൂതകാലമാണ്. എത്ര പണമോ സമയമോ ഉണ്ടായാലും അതിനൊന്നിനും നമ്മെ അവിടേക്ക് എത്തിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും ഉയർന്നതും വലുതുമായ പർവ്വതം മനുഷ്യൻ്റെ കാമാസക്തിയാണ്. മനുഷ്യ മനസ്സിനെ കാമാസക്തിയെ കീഴടക്കുന്നതിലും ബുദ്ധിമുട്ടായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. ലോകത്തിലെ സൂക്ഷിക്കുവാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ചെറിയ വാഗ്ദാനമാണ്. ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് പറയുവാൻ. വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ മനുഷ്യന് അത് നിറവേറ്റാനായി കൂടുതൽ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. അതിനാൽ വാഗ്ദാനങ്ങൾ ഉപദ്രവകരമായ കാര്യങ്ങളാണ്. നിറവേറാതിരുന്നാൽ അവ കർമ്മഭാണ്ഡത്തിൻ്റെ കനം കൂട്ടുന്നു. ഒരുവന് ഏറ്റവും അധികം ലാഘവം കൊണ്ടുവരുന്ന ഗുണം വിനയമാണ്. അത് പക്വതയിൽ നിന്നും അവബോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. മനസ്സിന് ലാഘവം കൊണ്ടുവരുവാൻ വിനയത്തെക്കാൾ ഉപരിയായി മറ്റൊന്നുമില്ല. മനുഷ്യൻ സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിൻ്റെയും പിന്നാലെ പായുമ്പോൾ ഇത് ഇല്ലാതെയാകുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മരണമാണ്. ഏതൊരു മനുഷ്യബന്ധത്തെക്കാളും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് മരണമാണ്. ഇത് തന്നെയാണ് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ബന്ധവും. ഈ ലോകത്ത് മുക്തിയിലേക്ക് എത്തുവാൻ ഏറ്റവും എളുപ്പമായ മാർഗം അപരിമിതമായ സ്നേഹം നമ്മുടെ അസ്തിത്വം കൊണ്ട് തന്നെ വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്നേഹസ്വരൂപനായ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ സ്വന്തമായ സമ്പത്തും അതുമായി യാതൊരു ബന്ധവുമില്ല. അവനവനെ തന്നെ നിങ്ങൾക്കായി തന്ന ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നിങ്ങൾ ഒരു കപടനാട്യക്കാരനാണ്.
നിങ്ങളുടെ വാതിലിലൂടെ അനുഗ്രഹം കടന്നു വരികയില്ല. കാപട്യം അനുഗ്രഹത്തെ തടയുന്നു. ഒരിക്കൽ നിസ്സംഗനായ ഒരു പരിവ്രാജകനോടൊപ്പം സമയം ചിലവഴിച്ച ശേഷം ഗുരുദേവൻ പറഞ്ഞു, നമ്മൾ എല്ലാവരും നുണയന്മാരാണ്. നമ്മൾ എപ്പോഴും നുണ പറയുന്നു. ഞാൻ ആത്മാനന്ദനാണെന്ന് പറയുമ്പോൾ ഞാൻ നുണ പറയുകയാണ്. ഈ ശരീരമാണ് ആത്മാനന്ദൻ, ഞാനല്ല. താതാത്മ്യങ്ങൾ ഉപയോഗിച്ച് എപ്പോഴൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ അവർ നുണ പറയുകയാണ്. എന്തെന്നാൽ താതാത്മ്യങ്ങളെല്ലാം താൽക്കാലികമാണ്. അവയൊന്നും പരമമായ സത്യമല്ല. നിങ്ങൾക്ക് ചുറ്റും നോക്കൂ. ഒരു മൃഗവും ഞാനൊരു കാളയാണെന്നോ കുരങ്ങാണെന്നോ പറയുകയില്ല. അവരാരും തങ്ങളുടെ അവതാരങ്ങളാൽ ബന്ധിതരല്ല. നമുക്ക് നമ്മുടെ അഹങ്കാരങ്ങളെയും താല്പര്യങ്ങളെയും കൊണ്ട് നടക്കുവാൻ ഏറെ താല്പര്യമുണ്ട്. നമ്മുടെ ഭൗതിക അസ്തിത്വത്തിൽ വ്യവസ്ഥിതമായി എപ്പോഴൊക്കെ നമ്മൾ സംവദിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ യഥാർത്ഥ സത്യത്തിൽ നിന്നും ദൂരേക്കായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മൾ എല്ലാവരും തന്നെ നുണയന്മാരാണെന്ന് തിരിച്ചറിയുക. നമ്മളുടെ നുണകൾ കൊണ്ടു നടക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അതിൽ അഭിമാനം കൊള്ളുന്ന കേമന്മാരായ നുണയന്മാർ. ഞാനൊരു അവധൂതരല്ല, ഞാൻ ആത്മാനന്ദൻ പോലുമല്ല. ഇതെല്ലാം സമൂഹം സ്വന്തം ആവശ്യത്തിനു വേണ്ടി എനിക്ക് തന്നിട്ടുള്ള താതാത്മ്യങ്ങളാണ്, എൻ്റെ സ്ഥിതിയെയും രൂപത്തെയും കുറിക്കാനായി. ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെല്ലാം സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ സ്വതന്ത്രനാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണികമായ വികാരങ്ങളുമായി നാം താതാത്മ്യം പ്രാപിക്കുന്നു. നമ്മൾ നമ്മളുടെ വികാരങ്ങളല്ല, നാം സ്വതന്ത്രരാണ്. ഇത് മനസ്സിലാക്കും വരെ വേദനയുണ്ടാകും. മറ്റൊരവസരത്തിൽ ഒരു ഗ്രാമത്തലവൻ ഗുരുദേവനെ കാണാനെത്തിയപ്പോൾ ഗുരുദേവൻ്റെ ഗുരുവിനെക്കുറിച്ച് ചോദിച്ചു. ഗുരുദേവൻ നിസ്സംഗനായി ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ ശ്രേഷ്ഠതയെ ഞാൻ എങ്ങനെ വാഴ്ത്തും? എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഗ്രഹിക്കാനായില്ല. ആർക്കും അദ്ദേഹത്തെ അറിയാനാവില്ല. എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാപ്തിയെ അളക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മാത്രം എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമായി വെളിപ്പെട്ടു വരുന്നു. ആ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ തക്ക പ്രാവീണ്യം നിസാരനായ എനിക്കില്ല. അദ്ദേഹത്തെ വിവരിക്കാനാവില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗ്രാഹ്യങ്ങൾക്ക് അതീതനാണ്. ഒന്ന് നിർത്തി ചിന്തിച്ച ശേഷം അദ്ദേഹം വീണ്ടും തുടർന്നു. അദ്ദേഹത്തിന് ആളിക്കത്തുന്ന അഗ്നിയേക്കാൾ താപമുണ്ട്, ഏറ്റവും തണുത്ത കാറ്റിനേക്കാൾ തണുപ്പുമുണ്ട്, 1,000,000 സൂര്യന്മാരേക്കാൾ തേജസ്സുണ്ട്, 1000 ഇടിമിന്നലുകളുടെ പെരുമ്പറകളേക്കാൾ ശബ്ദമുണ്ട്. അദ്ദേഹം പിറന്നു വീണ കുഞ്ഞിനേക്കാൾ നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന് ഏറ്റവും ശുദ്ധമായതിനേക്കാൾ ശുദ്ധിയുണ്ട്. നിഷ്ക്രിയത്വത്തിലെ ക്രിയയാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അമ്മയും അച്ഛനും എല്ലാ ബന്ധുക്കളും കൂടി ചേർന്നതാണ്. അദ്ദേഹത്തിന് അച്ഛനോ അമ്മയോ ആദിയോ അന്തമോ ഇല്ല. ഈ പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിൻ്റെ മുഖത്തെ വെറുമൊരു പുള്ളിക്കുത്ത് മാത്രം. അദ്ദേഹം അഗ്രാഹ്യനാണ്. അദ്ദേഹം സ്വതന്ത്രനാണ്. അദ്ദേഹം പ്രപഞ്ചത്താൽ പരിമിതനല്ല. പ്രപഞ്ചം അദ്ദേഹത്താൽ പരിമിതമല്ല. അദ്ദേഹം സ്വതന്ത്രമാണ്. അദ്ദേഹം ആനന്ദമാണ്. അദ്ദേഹം ഞാൻ തന്നെയാണ്. ഇത് എൻ്റെ ഗുരുദേവൻ്റെ ഔന്നത്യത്തെ സംഗ്രഹിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പത്മപാദങ്ങളിൽ ഞാൻ വിനീതനായി അർപ്പിക്കുന്നു. സജ്ജനങ്ങളെ, ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായവുമായി ഞാൻ എത്തുന്നതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.